എല്ലാവർക്കും നമസ്കാരം. വിഷു കഴിഞ്ഞു. സമൃദ്ധിയുടെ ആഘോഷം നമ്മൾ നടത്തി, അത് ആസ്വദിച്ചു, അതിൽ നമ്മൾ സംതൃപ്തി അടഞ്ഞു. ഇനി നമുക്ക് ഇതേ സംതൃപ്തി ഈ വർഷം മുഴുവൻ എങ്ങനെ കൊണ്ടുപോകാം എന്നതിനെ പറ്റി ചിന്തിക്കാം. അല്ലെങ്കിൽ ഈ വർഷം എന്നതിൻ്റെ അപ്പുറത്തേക്ക് ജീവിതത്തിൽ മുഴുവനായിട്ടും എങ്ങനെയാണ് സമൃദ്ധമായിട്ട്, സമൃദ്ധിയോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഈ യാത്രയിലെ ഒരു തുടക്കത്തെക്കുറിച്ചാണ്. ഇത്തരം ക്ലാസ്സുകൾ ഇനി നമുക്ക് ശാന്തിപഥത്തിലായിരിക്കും ലഭ്യമാകുന്നത്. ഇത് സ്പിരിച്വൽ യാത്രയാണ്. നമ്മുടെ യാത്രയിൽ തന്നെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സ്പിരിച്വൽ ജേണി. അതാണ് നമ്മൾ ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. നിങ്ങളിന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന എത്രയോ ആൾക്കാർ ഒരു ഭാഗ്യവാന്മാരാണ്. കാരണം ഞങ്ങൾ ഈ യാത്ര കുറച്ച് മുമ്പേ തുടങ്ങിയവരാണ്. പക്ഷെ വൈകുന്നേരത്തെ ക്ലാസ്സുകൾ രാത്രി നമ്മളിതിൻ്റെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. നേരത്തെ നമ്മുടെ ആ ക്ലാസ്സിൽ ചോദിച്ച പോലെ തന്നെ ആ നിർവ്വാണം എങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്താണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇതൊരു വലിയൊരു കോഴ്സാണ്. അതുകൊണ്ട് ഒറ്റ വാക്കിലോ ഒരു ക്ലാസ്സിലോ ഒതുക്കാൻ പറ്റുന്നതല്ല പറയാൻ പോകുന്ന കാര്യം. ഇതൊരു പഠനമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതൊരു മെഡിറ്റേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഇതെന്തെങ്കിലും ആയിത്തീരുകയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. അപ്പൊ ഇവിടെ എന്തെങ്കിലും ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ അതുമില്ല. പിന്നെ ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഉത്തരയില്ല. അത്രയും ലളിതമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇവിടെ ഒറ്റ ചോദ്യം, ഒരേ ഉത്തരേ ഉള്ളൂ. നേതി നേതി എന്ന് മാത്രം. അതാണോ അതുമല്ല, ഇതാണോ ഇതുമല്ല, അതാണോ അതുമല്ല, ഇതാണോ ആമരം ഈ മരം, ആമരം ഈ മരം, ആമരം ഈ മരം. ഇതാണ് ശിവോഹം എന്ന് പറയുന്ന അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്സിലേക്കുള്ള യാത്ര. അതെന്താണെന്ന് ആരെയും പഠിപ്പിക്കാൻ പറ്റാത്ത, എന്നാൽ അവനവൻ അനുഭവിച്ച് മാത്രം സാധ്യമാകുന്ന ഒരു സംഭവത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഈ യാത്ര നിങ്ങൾ താല്പര്യത്തോടുകൂടി അറിയാൻ ആഗ്രഹിക്കുന്നവന് മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാത്തവനൊന്നും ലഭിക്കില്ല. അറിയാനും അതായിത്തീരാനും, പറയാം, അറിയാനും അതായിത്തീരാനും താല്പര്യമുള്ളവന് മാത്രം ലഭിക്കുന്ന ഒരു സംഭവമാണ്. പഠിപ്പിക്കാൻ പറ്റില്ല, പഠിക്കാനും പറ്റില്ല, അനുഭവിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇതിനാണ് നമ്മൾ നിർവ്വാണ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ചോദ്യം വരും, എന്താണ് നിർവ്വാണം എന്നത്? നിർവ്വാണം എന്നത് വലിയ സന്യാസിമാർക്ക് പലർക്കും തോന്നാവുന്ന ഒരു കാര്യമാണ്. വലിയ സന്യാസിമാർക്കും ഹിമാലയത്തിൽ താമസിക്കുന്നവർക്കും ഒക്കെ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് സമൂഹത്തിൽ പൊതുവെ ഉണ്ട്. അല്ലെങ്കിൽ ബുദ്ധതത്വങ്ങളിൽ വരുന്നതാണ് നിർവ്വാണം എന്നുള്ള ഒരു തോന്നലുമുണ്ട്. അതെല്ലാം അവിടെ ഇരിക്കട്ടെ. അതിനൊന്നും നമ്മളൊന്നിനെയും അല്ല എന്നോ ആണെന്നോ പറയാൻ നമ്മൾ ആരുമല്ല. നിർവ്വാണം എന്നത് ഒരു സ്ഥലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യസാധ്യമോ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അതൊരു അവസ്ഥ മാത്രമാണ്. അവസ്ഥ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ശബ്ദം ശാന്തമാകുമ്പോൾ ചിന്തകൾ താൽക്കാലികമായി പിന്നിലേക്ക് പോകുമ്പോൾ
നമ്മൾ ഉള്ളില് ഒരു ശാന്തതയും സമാധാനവും അനുഭവിക്കുന്ന അവസ്ഥ, അതാണ് നിർവ്വാണം. അല്ലാതെ മറ്റൊന്നുമില്ല. ലളിതമാണ്. പ്രക്ഷുബ്ധമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദി അതൊന്ന് ശാന്തമാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. അല്ലെങ്കിൽ കോരിച്ചെരിയുന്ന മഴ ഒന്ന് നിൽക്കുമ്പോൾ ഏതവസ്ഥയാണോ നമ്മൾ കാണുന്നത് ആ അവസ്ഥ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു സത്യാവസ്ഥ, അതാണ് ഫണ്ടമെന്റൽ ട്രൂത്ത്. അതാണ് നമ്മുടെ സത്യം എന്ന അവസ്ഥ. ഈ സത്യമുണ്ടോ മിഥ്യയാണോ എന്നൊക്കെ ചോദിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ആ ഒരു ന്യൂട്രാലിറ്റി പോയിന്റ്, സത്യവും അല്ല അസത്യവുമല്ല എന്ന രണ്ടും ചേർന്ന് നിൽക്കുന്ന ആ ഒരു അവസ്ഥ. നോക്കൂ, ഇവിടെ തിരിച്ച് നിങ്ങളെ ഞാൻ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാം. യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാം വളരെയധികം ചിന്തകളിലൂടെ കടന്നു പോകുന്നു. അല്ലെങ്കിൽ നമ്മളെല്ലാം ഉത്കണ്ഠകളിലൂടെ, സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നു. നമുക്കെല്ലാവർക്കും ഭയം, അതിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അല്ലെങ്കിൽ പഴയ ഓർമ്മകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഭാവിയിലെ ആശങ്കകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? നമ്മൾക്ക് ഇപ്പോഴുള്ള നിമിഷം നഷ്ടപ്പെടുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതായത് നമ്മൾ ഭാവിയെക്കുറിച്ചും ഭൂതത്തെക്കുറിച്ചും നമ്മുടെ ആശങ്കകളും ആണ് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ ഇല്ലാതെ പോകും, നഷ്ടപ്പെട്ടു പോകും. അല്ലെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കാതെ വരും. സത്യല്ലേ? ഇവിടെയാണ് നിർവാണ മെഡിറ്റേഷനിലേക്ക് കടക്കുമ്പോൾ ഇതൊരു ധ്യാന പ്രക്രിയ. ഈ ധ്യാനത്തിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, എന്താണ് അനുഭവിക്കാൻ പോകുന്നത്? ഗുരുവിൻ്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ, നമ്മൾ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അല്ല, ഞാൻ ആരല്ല എന്നതാണ് അതിൻ്റെ ഉത്തരം. ഞാൻ ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് മുമ്പായി ഞാൻ ആരല്ല എന്ന് കണ്ടെത്തുന്നതായിരിക്കും ലളിതം. അപ്പൊ ഈ ധ്യാനത്തിലൂടെ നമ്മൾ ശ്രമിക്കുന്നത് ചിന്തകളെ നിർത്താൻ അല്ല, പിന്നെയോ ചിന്തകളോട് പോരാടാനുമല്ല. പകരം ചിന്തകൾ ഞാനല്ലെന്നും ഞാൻ മനസ്സും അല്ലെന്നും, പിന്നെ ഞാൻ ആരാണ്? ചിന്തകളെ കാണുന്ന അല്ലെങ്കിൽ മനസ്സിനെ അനുഭവിക്കുന്ന ആ ഞാൻ, അതിനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കുന്ന, അതിനെ ഒബ്സേർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിനെ സാക്ഷിയായി നിൽക്കുന്ന, വിറ്റ്നസ് ആയിട്ടുള്ള അതാണ് ഞാൻ. ഇതാണ് ഗുരു നമുക്ക് പറഞ്ഞു തന്ന തത്വം. മനോബുദ്ധഹങ്കാര ചിത്താനി നാഹ. ബാക്കിയുള്ളത് അങ്ങനെ എല്ലാം പോകും. ഇവിടെ വെറും അനുഭവങ്ങൾ മാത്രമാണ്. ചിന്തകളെ നിർത്താൻ നമുക്ക് സാധിക്കില്ല. അത് വന്നു പോയിക്കൊണ്ടേയിരിക്കും. പുഴ എപ്രകാരമാണോ ഒഴുകുന്നത് അപ്രകാരം ചിന്തകൾ വന്ന് ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇവിടെ ഞാനൊരു
അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാവരും തയ്യാറായിരിക്കുക. ഒരു 10 സെക്കൻഡ് സമയം മതി. എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. സിറ്റ് കംഫർട്ടബിളി. സ്വസ്ഥമായിരുന്നു. ഇല്ല, ആരും ഇരുന്ന് കാണുന്നില്ല. ഓരോ ആളും ഓരോ തരത്തിലും സ്വസ്ഥമായിട്ടിരിക്കും. കണ്ണടച്ച് സ്വസ്ഥമായിട്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ ചിന്തകളിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങളിലൊരു ചിന്ത വരുന്നുണ്ട്. അത് പോയി മറ്റൊരു ചിന്ത വന്നു. വീണ്ടും അത് പോയി വേറൊന്ന് വന്നു. വേറൊന്ന് വരുന്നു. വേറെയും ചിന്ത വരുന്നു. അപ്പൊ ഏതോ ഒരു ശബ്ദം കേൾക്കുന്നു. നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിച്ചു. പിന്നെയും ചിന്ത വരുന്നു. ആദ്യം വന്നതൊക്കെ പോയി. വീണ്ടും ചിന്തകളുണ്ട്. അതായത് ഒരു ചിന്ത വരുന്നു, അത് പോകുന്നു, മറ്റൊന്ന് വരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യത്തെ നിങ്ങൾ കണ്ടോ? നിങ്ങൾ എല്ലാവരും അത് കണ്ടു. നിങ്ങൾക്ക് ചിന്തകൾ വരുന്നുവെന്നും അത് പോകുന്നുവെന്നും അതേ സമയത്ത് മറ്റൊരു ശബ്ദം നിങ്ങൾ കേൾക്കുന്നുവെന്നും അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലായി എന്നും അപ്പോഴും വേറെ ചിന്തകൾ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുവെന്നും നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ചിന്തയെ ഞാനല്ല എന്നാണ്. ചിന്ത ഞാനല്ല. ഞാൻ ചിന്തയെ കാണുന്ന ഒരാൾ മാത്രമാണ്. അതായത് ആ ചിന്തകൾ അവിടെ വന്ന് പോകുന്നതും ശബ്ദം കേൾക്കുന്നതുമൊക്കെ കാണുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാക്ഷി മാത്രമാണ് ഞാൻ. ഇതാണ്. ഓക്കെ, തിരിച്ചു വന്നോളൂ. കണ്ണു തുറന്ന് തിരിച്ചു വന്നോളൂ. കം ബാക്ക്, കം ബാക്ക്, കം ബാക്ക്. ഇതാണ് നിർവാണ മെഡിറ്റേഷന്റെ ആദ്യത്തെ പടി. ആദ്യമുള്ള നിങ്ങളും ഇത് കണ്ടുകൊണ്ട നിങ്ങളും രണ്ടും രണ്ടാണ്, അല്ലേ? ആദ്യം നിങ്ങൾ കരുതിയത് ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു, അപ്പൊ ഞാൻ തന്നെയാണെന്ന്. ഇപ്പൊ നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് രണ്ടും രണ്ടാളാണ്. ഇതാണ് നിർവാണ മെഡിറ്റേഷന്റെ ചോദ്യം. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്തുക? ഒരു ദിവസം കൊണ്ട് സാധിക്കില്ല. നിരന്തരമായ പ്രാക്ടീസിലൂടെ, ഒബ്സേർവ് കണ്ടിന്യൂസ്ലി. അപ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകുന്നു, ഭയം കുറയുന്നു, ആത്മവിശ്വാസം വർദ്ധിക്കുന്നു, ഉള്ളിലൊരു ലഘുത്വം, ലൈറ്റ്നെസ് അനുഭവപ്പെടുന്നു. അപ്പൊ ജീവിതം കൂടുതൽ വ്യക്തമായി കാണാൻ തുടങ്ങും. ഇതാണ് നമുക്ക് സംഭവിക്കുന്നത്. അവിടെയാണ് ഉള്ളിലുള്ള ലഘുത്വത്തിൽ, അല്ലെങ്കിൽ ശാന്തമായിരിക്കുന്ന മനസ്സിൽ, ആത്മവിശ്വാസമുള്ള ആ ജീവിതത്തിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്ന ആ അനുഭവത്തിൽ, അവിടെയാണ് നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ യഥാർത്ഥ സമാധാനം ഇരിക്കുന്നത്. അല്ലാതെ സമാധാനത്തെ പുറത്ത് തേടിയാൽ ലഭിക്കില്ല. നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് സമാധാനത്തെ പുറത്താകുന്നത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യവും അകത്തിരിക്കുന്ന വസ്തുവാണ്. അതായത് നമ്മളുടെ ഉള്ളിൽ ലഘുത്വമായി അനുഭവപ്പെടുന്ന, നമ്മൾക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന, ശാന്തമായിരിക്കുന്ന മനസ്സിൽ ഭയ ഭയമേതുമില്ലാതെ ആത്മവിശ്വാസത്തോടെ അനുഭവിക്കാൻ കഴിയുന്ന എന്തോ ഒന്ന്, അതാണ് നിങ്ങളുടെ സമാധാനം. അപ്പൊ അത് ഇതിനകം തന്നെ നിങ്ങളിൽ ഉള്ളിലുള്ള വസ്തുവാണല്ലോ.
പക്ഷേ അതിനെ നമ്മൾ എവിടെയോ മറന്നുപോയി എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ആ മറന്നതിനെ നമ്മൾ തിരിച്ചെടുക്കാനുള്ള പ്രക്രിയ മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇവിടെ നിങ്ങളോട് പറയാനുള്ള കാര്യം, ഇപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ എന്ത് കേട്ടു എന്നതിലല്ല പ്രാധാന്യം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നതിനുമല്ല പ്രാധാന്യം. നിങ്ങൾ ഇതിനു വേണ്ടി തീരുമാനിക്കുന്ന തീരുമാനവും അല്ലെങ്കിൽ നിങ്ങളിത് അനുഭവിക്കുന്ന അനുഭവമാണ് പ്രാധാന്യം. അപ്പൊ ഇത് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ക്ലാസ്സിൽ വന്ന് ഇരിക്കുന്നതുമല്ല പ്രാധാന്യം, ആ ഇരിക്കുന്ന സമയത്ത് മാത്രമല്ല 24 മണിക്കൂറും നിങ്ങൾക്കിത് അനുഭവിക്കാൻ കഴിയുന്നത് മാത്രമാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ മാത്രമാണ് നമ്മുടെ സത്യമായ ശാന്തി, സമാധാനം, സംതൃപ്തി, ഐശ്വര്യം, ക്ഷേമം, സമ്പൽ സമൃദ്ധി ഇതെല്ലാം ശാന്തമായിരിക്കുമ്പോൾ മാത്രം ലഭിക്കുന്നതോ അല്ലെങ്കിൽ അനുഭവിക്കുന്നതോ ആണ്. മറ്റെന്ത് ലഭിച്ചാലും ശാന്തമല്ലെങ്കിൽ അനുഭവിക്കാൻ സാധിക്കില്ല. അപ്പോൾ ശാന്തി, ക്ലാരിറ്റി, ഇന്നർ ഹാപ്പിനെസ് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതാണ് അതിനുള്ള മാർഗം. ഇതിലൂടെ നമുക്കത് സാധ്യമാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം. നാളെ മുതൽ ക്ലാസ് ഉണ്ട്. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. 30 ദിവസത്തെ കോഴ്സാണ്. പക്ഷെ ഇതിങ്ങനെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് ഇപ്പം നിങ്ങളെ ഇരുത്തി പ്രാക്ടീസ് ചെയ്ത പോലെ കുറച്ചും കൂടി സമയമെടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അത് സ്വസ്ഥമായി തന്നെ ചെയ്യാം. അങ്ങനെ ഇരുന്ന് ശ്രദ്ധയോടുകൂടി ഉറക്കത്തിലേക്ക് പോവുക. കാരണം ഉറക്കം എന്ന് പറയുന്നത് അബോധത്തിലുള്ള അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ശ്രദ്ധയോടെ കൂടി ഉറങ്ങുമ്പോൾ, അതായത് ഉറങ്ങണം എന്ന് കരുതി ശ്രമിച്ചിട്ട് ആർക്കും ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് നമുക്കറിയാം. ഉറങ്ങണമെങ്കിൽ അത് സംഭവിക്കേണ്ട കാര്യമാണ്. ഞാൻ ഉറങ്ങട്ടെ എന്നും കരുതിയിട്ട് അങ്ങനെ ആർക്കും ഉറങ്ങാൻ സാധിക്കാറില്ല. കാരണം ഉറക്കം സംഭവിക്കേണ്ട കാര്യം. അതുപോലെ ഇങ്ങനെ ഇരുന്ന് നമ്മളെ വാച്ച് ചെയ്ത് നമ്മുടെ ബ്രെയിനിലേക്ക് സിഗ്നൽ കൊടുത്തു എനിക്ക് ഉറങ്ങണം എന്ന് കരുതി സിഗ്നൽ കൊടുത്ത് ഉറക്കാൻ പോലും പറ്റുന്ന മാന്ത്രികമായ ശക്തിയുള്ള ഒരു ഇന്നർ പ്രാക്ടീസാണ് നമ്മുടെ ഈ മെഡിറ്റേഷൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. അത് എല്ലാവരും സ്വസ്ഥമായിട്ടിരുന്നോളുക. നാളെ മുതൽ നിങ്ങൾ ക്ലാസ്സിൽ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യാം. മറ്റൊന്നുമല്ല, നോർമൽ മെഡിറ്റേഷൻ പോലെ ഉറങ്ങാനൊന്നും ശ്രമിക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ തോട്ട്സിനെ മാത്രം ഒബ്സർവ് ചെയ്ത് ഏത് തോട്ട്സ് വരുമ്പോഴും ഇത് ഞാനല്ല, ഇതും ഞാനല്ല, അതും ഞാനല്ല, ഇതും ഞാനല്ല എന്ന് പറഞ്ഞ് അതിനെയൊക്കെ കണ്ടോളുക. ഒന്നിനെയും തടയരുത്. കാണുക, അങ്ങ് വിട്ടേക്ക്, കാണുക, വിട്ടേക്ക്, കാണുക, വിട്ടേക്ക്. ശരീരം വേദനിക്കുമ്പോൾ എവിടെയെങ്കിലും ഉണ്ടും പറയും, ഓ അത് ഞാനല്ല, ഇത് ഞാൻ, അങ്ങനെ പറഞ്ഞ് സ്വസ്ഥമായിരിക്കുക. ഇതിനെ മറ്റൊരു രീതിയിൽ സദ്ഗുരു ഒരു പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇഷാക്രിയ എന്നാ പറയുക. ഭയങ്കര പവർഫുൾ സാധനം ഇഷാക്രിയ. ഇതൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അത്രയും കപ്പാസിറ്റി ആകുന്ന സമയത്ത് ഇഷാക്രിയ പോലുള്ള ക്രിയകളൊക്കെ നമുക്ക് വയ്ക്കാം. ഇപ്പോൾ നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുക. സിറ്റ് വെരി കംഫർട്ടബിളി വിത്തൗട്ട് എനി ഇരിക്കുക. നിങ്ങൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കാനോ ഒന്നും വേണ്ട. എന്താണോ നിങ്ങളുടെ മനസ്സ് പറയുന്നത് അതിലേക്ക് അങ്ങ് വിട്ടേക്കുക. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഒരു കണ്ടീഷനും ഇല്ല. പക്ഷെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. എന്ത് നടക്കുന്നു അതെല്ലാം നിങ്ങൾ കാണണം. അത് മാത്രമാണ് കണ്ടീഷൻ. കണ്ണടച്ച് സ്വസ്ഥമായിരുന്ന് നിങ്ങൾക്ക് അവിടെ സംഭവിക്കുന്നതെല്ലാം കണ്ടുകൊള്ളുക. ഞാനിവിടെ നിന്നൊരു മ്യൂസിക് വെച്ചാൽ മ്യൂസിക് കേട്ടുകൊള്ളുക. നിങ്ങൾ മ്യൂസിക് അല്ല. നിങ്ങൾ ഉറങ്ങാനും പാടില്ല. കാരണം നിങ്ങൾ ഉറങ്ങുന്ന ആളല്ല. ഉറങ്ങുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയുക. ഉറങ്ങിക്കോളൂ.
ഉറങ്ങല്ല, ജസ്റ്റ് നിങ്ങൾ റിലാക്സേഷൻ ആയിക്കോ. അത് റിലാക്സ് ആവുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയുക, ഇതും അറിയുക, അങ്ങനെ എല്ലാം അറിയുക. കൈകളും കാലുകളും സ്വസ്ഥമായി ഇരിക്കുക, കംഫർട്ടബിൾ ഇരുന്നുകൊണ്ട്. നിങ്ങൾ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. സംഭവിച്ചതെല്ലാം നിങ്ങൾക്ക് ബോധമുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്. ഇനി കുറച്ച് നമുക്ക് മെഡിറ്റേഷൻ തന്നെ ചെയ്യാം. പൂർണ്ണമായ മെഡിറ്റേഷനിൽ കിടക്കാം.
അപ്പോൾ ഞാൻ പറയാൻ വന്ന എത്രയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പറയാണ്. ഇതൊരു നിർവ്വാണ മെഡിറ്റേഷൻ കോഴ്സാണ്. താല്പര്യമുള്ളവർ അഡ്മിനെ വിളിച്ചോളുക, ജോയിൻ ചെയ്യാം. താങ്ക് യു. നോക്കൂ, നിങ്ങൾ പൂർണ്ണമായ ശാന്തി അനുഭവിക്കുമ്പോഴും നിങ്ങളെല്ലാം അറിയുന്നുണ്ട്. നിങ്ങൾ മയക്കത്തിലേക്കാണ് എന്ന് നിങ്ങൾ അറിയുന്നു. ഗുരുവിൻ്റെ വചനങ്ങൾ ശബ്ദമായി നിങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ കേൾക്കുന്നയാളാണ്, നിങ്ങൾ അറിയുന്നയാളാണ്, നിങ്ങളത് സാക്ഷിയുമായി ഇവിടെ അനുഭവിക്കുന്ന ഒരാളാണ്. ചിന്തകൾ വന്നു പോകുന്ന മനസ്സ് ഇപ്പോഴും നിങ്ങൾക്ക് അവിടെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആ ചിന്തകളെ അറിയുന്നില്ല എന്നത് മാത്രമാണ് വ്യത്യാസം. ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്ക് അവിടെ ഉണ്ട്. നിങ്ങൾ ചെയ്യുന്നത് അത് ശ്രദ്ധിക്കുന്നതുമുണ്ട്. അപ്പോൾ അവിടെ അത് അനുഭവിക്കുന്ന ആരാണോ അതാണ് ഞാനെന്ന ബോധം. ഈ ബോധാവസ്ഥയിൽ നമുക്ക് എപ്പോഴും നിൽക്കാൻ സാധിക്കുമ്പോൾ പുറമേയുള്ള ഒരു വിഷയങ്ങളും നമ്മളെ ബാധിക്കാതെയാകുന്നു. കാരണം അതെല്ലാം വിഷയം മാത്രമായി ഇരിക്കുകയും നമ്മൾ വിഷയത്തിനെ കാണുന്ന ആളായി മാറുകയും ചെയ്യുന്നു എന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രാക്ടീസ്. എല്ലാവരും തിരിച്ചു വരിക, നോർമൽ അവസ്ഥയിലേക്ക് വരട്ടെ. എല്ലാ ദിവസവും നിത്യവുമായ പ്രാക്ടീസിലൂടെ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഏത് കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് നമ്മളത് അനുഭവിക്കുന്ന ആളിൽ നിന്ന് മാറി നമ്മളത് അനുഭവിക്കുന്ന ആൾ അവിടെ ഉണ്ടാകുമ്പോഴും നമ്മുടെ ബോധം എന്ന് പറയുന്ന ആ കാണുന്നയാളായി മാറുക എന്നതാണ് തത്വം. എല്ലാവർക്കും സുഖനിദ്ര ആശംസിക്കുന്നു. വീണ്ടും കാണാം. നന്ദി.